ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫാക്ടർ ട്രീ മെത്തേഡ് പഠിച്ചു അല്ലെ? പ്രൈം ഫാക്ടറൈസേഷന്റെ എന്തോ അടുക്കളയില് ബൂസ്റ്റ് തിന്നുമായിരുന്നോ? ഓക്കെ, ഫാക്ടർ ട്രീ മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്തായിരുന്നു പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് വെച്ചാല് ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സിനെ നമ്മൾ പ്രൈം നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ഫാക്ടർ ട്രീ മെത്തേഡ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രീന്റെ രൂപത്തിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പഠിച്ചു. നെക്സ്റ്റ് ഷോർട്ട് ഡിവിഷൻ മെത്തേഡ്. ഒന്നുമില്ല, ഒരു എക്സാമ്പിൾ മാത്രമേ നമുക്ക് നോക്കാം. അതിന് വേറെ ഒന്നും കൂടുതലൊന്നും പഠിക്കാനൊന്നുമില്ല. 84 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യണം? 84 എന്ന് പറയുന്ന നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അതിന് 84 എന്നിട്ട് നമ്മൾ സാധാരണ ഹരിക്കുന്നതിന് നമ്മൾ ഇങ്ങനെ നമ്മൾ ലൈൻ വരയ്ക്കുന്ന ഇങ്ങനെയല്ലേ? ഡിവിഷന് നമ്മൾ ഇങ്ങനെയല്ലേ വരയ്ക്കാം. എന്നാൽ ഫാക്ടറൈസേഷന് നേരെ തിരിച്ചിട്ട് താഴോട്ട് വരയ്ക്കാം, ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് ഏത് നമ്പറിനെ കൊണ്ടാണ് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ വൺസിന്റെ പ്ലേസിൽ 2 അല്ലേ വരുന്നേ? 4 അല്ലേ വരുന്നേ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു ഇവൺ നമ്പർ ആണ് അല്ലേ? 4 വരുന്നതുകൊണ്ട് ദാറ്റ് ഈസ് എൻ ഇവൺ നമ്പർ. അപ്പൊ നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ പറയാൻ പറ്റും എന്ത്? ഈ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 ആണല്ലോ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ നമ്മൾ ഇവിടെ എഴുതി 2. ഡിവൈഡ് ചെയ്തിട്ട് 84നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 42 എന്ന് കിട്ടും. അത് അതിന്റെ തൊട്ട് താഴെ എഴുതി. എഗെയിൻ നമ്മൾ എന്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 42 ഇവൺ നമ്പർ ആണല്ലോ അല്ലെ? 42ൽ വൺസിന്റെ പ്ലേസിൽ 2 അല്ലേ ഉള്ളത്? 42 ഇസ് എൻ ഇവൺ നമ്പർ. അപ്പൊ എന്ത് ചെയ്തു? എഗെയിൻ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 21 കിട്ടും. പിന്നെ ഈ 21 എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്, നമുക്കറിയാം. 21 എന്ന് പറയുന്നതും ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. അപ്പോ 21 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇറ്റ് ഈസ് എൻ ഓഡ് നമ്പർ. വൺസിന്റെ പ്ലേസിൽ 1 വരുന്നത് കൊണ്ട് 21 ഈസ് ആൻ ഓഡ് നമ്പർ. ഓക്കെ, അപ്പൊ അതിനെ നെക്സ്റ്റ് പ്രൈം നമ്പർ 2 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന പ്രൈം നമ്പർ ഏതാ? 3 അല്ലേ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന് ഡിവിസിബിലിറ്റി ബൈ 3 എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചേ? കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് 4th പഠിച്ചിട്ടുണ്ട്. ഡിവിസിബിലിറ്റി ബൈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടി തന്നിരിക്കുന്ന നമ്പറിലെ ഡിജിറ്റ്സിന്റെ സം 21ലെ ഡിജിറ്റ്സ് ആയ 2ന്റെയും 1ന്റെയും സം ആഡ് ചെയ്യുമ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി കേട്ടോ. തന്നിരിക്കുന്ന നമ്പറിലെ ഡിജിറ്റ്സ് എല്ലാം കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇതിലെ 2ഉം 1ഉം 21ൽ 2ഉം 1ഉം ആണുള്ളത്. 2 + 1 3. 3ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പൊ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 21നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 7 കിട്ടി. 7 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണല്ലോ. ഇപ്പൊ കിട്ടിയിരിക്കുന്ന നമ്മൾ ഈ ഡിവൈഡ് ചെയ്ത നമ്പേഴ്സ് എല്ലാം പ്രൈം നമ്പർ ആയില്ലേ? അപ്പൊ നമ്മൾ 84 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതാം? 2 × 2 × 3 × 7. അതായത് ഏറ്റവും ലാസ്റ്റ് ഒരു പ്രൈം നമ്പർ കിട്ടുന്നത് വരെ നമ്മൾ ഡിവൈഡ് ചെയ്ത് അതായത് എന്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? പ്രൈം നമ്പേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്ത്
ഓരോ ഫാക്ടേഴ്സും ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഡിവൈഡ് ചെയ്യാൻ എടുക്കുന്ന പ്രൈം നമ്പേഴ്സ് ഇല്ലേ, അതിന്റെ എല്ലാം പ്രൊഡക്റ്റ് ആയിട്ടാണ് ഈ നമ്പർ വരിക. ടു ഇൻറ്റു ടു 4, 4 ഇൻറ്റു 3 12, 12 ഇൻറ്റു 7 84. അപ്പൊ ഈ 84 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതി. ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ ഷോർട്ട് ഡിവിഷൻ മെത്തേഡ്. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞു തരണോ? ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞു തരട്ടെ? ഓക്കെ, 125 എന്ന് പറയുന്ന നമ്പർ, 125നെ നമുക്ക് ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. പറ്റുമോ ഇല്ലയോ? 125നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? നമ്പർ കാണുമ്പോൾ തന്നെ പറയാൻ പറ്റുമല്ലോ, വൺസിന്റെ പ്ലേസിൽ 5 അല്ല വരുന്നേ അല്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ വൺസിന്റെ പ്ലേസിൽ 0, 2, 4, 6, 8 ഇത്രയും നമ്പേഴ്സ് വേണം വരാൻ. ഇവിടെ 5 ആയതുകൊണ്ട് നമുക്ക് 125നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് പ്രൈം നമ്പർ ഏതാ? 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 1 + 2 3, 3 + 5 8. 8 is not a multiple of 3. ഇവിടെ ഡിജിറ്റ്സിന്റെ സം 1 + 2 + 5 നമുക്ക് 8 ആ കിട്ടുക. 8 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് പ്രൈം നമ്പർ 2ഉം 3ഉം കഴിഞ്ഞാൽ വരുന്ന പ്രൈം നമ്പർ ഏതാ? 5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യും? വൺസിന്റെ പ്ലേസിൽ ഒന്നുകിൽ 5 അല്ലെങ്കിൽ 0 വരുന്നുണ്ടോ നോക്കിയാൽ മതി. വൺസിന്റെ പ്ലേസിൽ ഒന്നുകിൽ 5 അല്ലെങ്കിൽ 0. ഓക്കെ, ഇവിടെ വൺസിന്റെ പ്ലേസിൽ 5 വരുന്നതുകൊണ്ട് വി ക്യാൻ ഡിവൈഡ് 125 by 5. 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 25 കിട്ടും. ഇനി നമ്മൾ 125നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 25 കിട്ടി. അപ്പൊ ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യാൻ നോക്കുമ്പോ 5ന് താഴേക്കുള്ള 2ഉം 3ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണ്ട. നെക്സ്റ്റ് 5 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. വൺസിന്റെ പ്ലേസിൽ 5 വരുന്നുണ്ട്, 5 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 5 × 5 25. അപ്പൊ നമുക്ക് ഈ 125 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം? 5 × 5 × 5. 5 × 5 × 5. മനസ്സിലായോ? മനസ്സിലായോ? നോക്കട്ടെ ആർക്കൊക്കെ മനസ്സിലായി? കുഴപ്പമില്ലല്ലോ. ഷോർട്ട് ഡിവിഷൻ മെത്തേഡ് പ്രൈം മറ്റേ ഫാക്ടറൈസേഷൻ ട്രീ ഫാക്ടറൈസേഷനേക്കാളും എളുപ്പമല്ലേ ഷോർട്ട് ഡിവിഷൻ ചെയ്യാൻ? ഒന്നുകൂടി ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. ഫോർട്ടി എന്ന് പറയുന്ന നമ്പർ 40 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യണം? ഫാക്ടറൈസേഷൻ ചെയ്യണം. ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ ചെയ്യാം? നമ്മള് പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുക ചെയ്യാം. അപ്പൊ ഇവിടെ 40 എന്ന് പറയുന്ന നമ്പറിന്റെ വൺസിന്റെ പ്ലേസിൽ 0 ആയതുകൊണ്ട് we can say it is an even number and it can be divided by 2. 0 വരുന്നതുകൊണ്ട് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ആയ 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ആദ്യം തന്നെ 10 കൊണ്ടോ 4 കൊണ്ടോ ഒന്നും ഡിവൈഡ് ചെയ്യരുത്. ഏറ്റവും ചെറിയ ഫാക്ടർ കൊണ്ട് വേണം ആദ്യം ഡിവൈഡ് ചെയ്യാൻ. ഇറ്റ് ഈസ് 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20 എന്ന് കിട്ടും. അഗൈൻ ഇവിടെ വൺസിന്റെ പ്ലേസിൽ 0 വരുന്നത് നമുക്ക് അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 10 കിട്ടും.
10നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 5 എന്ന് കിട്ടും. 5 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ് അല്ലേ? അപ്പൊ ഇനി അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് 40 എന്ന് പറയുന്ന നമ്പറിനെ എങ്ങനെ മാറ്റി എഴുതാം? 2 into 2 into 2 into 5. ഈ നമ്പേഴ്സിന്റെ ഒക്കെ ഏത് ഈ പ്രൈം നമ്പേഴ്സിന്റെ ഒക്കെ മൾട്ടിപ്ലൈ ആയിട്ട് 40നെ നമുക്ക് ചേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. 2 into 2 into 2 into 5. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ 106 ഒന്ന് എടുത്തേ. അതിൽ എക്സൈസ് 5.1 കണ്ടോ? എക്സൈസ് 5.1 അതിൽ കംപ്ലീറ്റ് ദീസ് ഫാക്ടർ ട്രീസ്. ഫാക്ടർ ട്രീസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം അല്ലേ? ഞാൻ ഹെൽപ്പ് ചെയ്യാൻ. ഓക്കെ, ആദ്യത്തെ നമ്പർ എത്രയായിരുന്നു? 48. 48നെ 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4ഉം 12ഉം. 4 into 12 ആണ് 48 അല്ലേ? 4ഉം 12ഉം ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി 4നെ നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം? 4നെ നമുക്ക് ഏതിന്റെയൊക്കെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാൻ പറ്റും? 2ന്റെയും മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് 4 എന്ന് പറയുന്നത് കോമ്പോസിറ്റ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ അത് ഒരു റെക്ടാങ്കിളിനകത്ത് എഴുതിയിരിക്കുന്നത്, ഒരു ബോക്സിനകത്ത്. ഓക്കെ, അവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ വരുന്ന 4ന്റെ ഡിവിഷൻ, 4ന്റെ ഫാക്ടേഴ്സ് നമ്മൾ സർക്കിളിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാ? ദീസ് ആർ പ്രൈം നമ്പേഴ്സ്. 4ന്റെ ഫാക്ടേഴ്സ് ആയ 2ഉം 2ഉം 2 into 2 ആണ് 4 എന്ന് പറയുന്നത്. അത് നമ്മൾ സർക്കിളിനകത്ത് എഴുതിയിരിക്കുന്നത്. വൈ? ദീസ് ആർ പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് നമ്മൾ സർക്കിളിനകത്ത് എഴുതുന്നു. പിന്നെ കോമ്പോസിറ്റ് നമ്പേഴ്സ് ബോക്സിനകത്ത് എഴുതുന്നു. ഇനി 12 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ഏതൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്യണം? ഒരു പ്രൈം നമ്പറും ഒരു കോമ്പോസിറ്റ് നമ്പറുമായിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ? അവിടെ ഒരു സർക്കിളും കൊടുത്തിട്ടുണ്ട്, ഒരു സ്ക്വയറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയായിരിക്കും 12ന് വരുന്ന ഫാക്ടേഴ്സ്? 12ന് വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? 2ഉം 6ഉം ആണോ? 3ഉം 4ഉം ആണോ? നമ്മൾ ആദ്യം നോക്കേണ്ടത് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കണം എഴുതേണ്ടത്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ ഇല്ലേ? അപ്പൊ നമ്മൾ അവിടെ പ്രൈം നമ്പറിന്റെ സർക്കിളിനകത്ത് 2 എഴുതി. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 12 കിട്ടാൻ വേണ്ടി 2 into 6 ആണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? 2 into 6 ആണ് 12 എന്ന് പറയുന്നത്. നെക്സ്റ്റ് 6നെ നമ്മൾ അഗൈൻ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയായിട്ട്? 2 പ്രൈം നമ്പേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 6നെ ഏതിന്റെയൊക്കെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാൻ പറ്റും? 3 into 2 ആവില്ലല്ലോ. 3 into 2. 6നെ നമുക്ക് 3ഉം 2ഉം തമ്മിലുള്ള മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാൻ പറ്റും. 3 into 2. 6 into 2 into 6. മനസ്സിലായോ? ഈ ചെയ്തത് മനസ്സിലായോ? 48നെ നമ്മൾ എങ്ങനെ എഴുതി? ആദ്യം 4 into 12 എന്ന് എഴുതി. മനസ്സിലായിട്ടാ? 4 into 12 എന്ന് എഴുതി. 48നെ 4 into 12 എന്ന് എഴുതി. നമ്മൾ ഫാക്ടേഴ്സ് ട്രീ ഫാക്ടർ മെത്തേഡിൽ എഴുതുമ്പോൾ തന്നിരിക്കുന്ന നമ്പേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതുന്ന സമയത്ത് കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ സ്ക്വയറിനകത്ത് എഴുതുന്നു. പ്രൈം നമ്പേഴ്സ് ആ വരുന്നതെങ്കിൽ സർക്കിളിനകത്ത് എഴുതുന്നു.
അപ്പൊ കിട്ടിയിരിക്കുന്ന രണ്ട് ഫാക്ടേഴ്സും 4ഉം 12ഉം കോമ്പോസിറ്റ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ സ്ക്വയറിനകത്ത് എഴുതി. 4നെ നമുക്ക് രണ്ട് പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. 2 into 2. 2 ഈസ് എ പ്രൈം നമ്പർ. അതുകൊണ്ട് നമ്മൾ 4നെ നമ്മൾ അഗൈൻ ഡിവൈഡ് ചെയ്തുകൊണ്ട് 2 into 2 എന്ന് എഴുതി. ഇനി 12നെ നമ്മൾ ഒരു പ്രൈം നമ്പറിന്റെയും ഒരു കോമ്പോസിറ്റ് നമ്പറിന്റെയും മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഒന്നുകിൽ 2 into 6 എഴുതാം, അല്ലെങ്കിൽ 3 into 4 എന്ന് എഴുതാം. ബട്ട് എഴുതുമ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. ദാറ്റ് ഈസ് 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ 12നെ. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പ്രൈം കോമ്പോസിറ്റ് നമ്പർ ആയിട്ട് 6 കിട്ടും. 2 into 6 ആണ് 12 അല്ലേ. നെക്സ്റ്റ് 6 കോമ്പോസിറ്റ് നമ്പർ ആയതുകൊണ്ട് ആ കോമ്പോസിറ്റ് നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അഗൈൻ ഡിവൈഡ് ചെയ്യുന്നു. 3ഉം 2ഉം മൾട്ടിപ്പിൾ ആയിട്ട് 3ന്റെയും 2ന്റെയും മൾട്ടിപ്പിൾ ആയിട്ട് അഗൈൻ ഡിവൈഡ് ചെയ്യുന്നു. ഇത് നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡിലാണെങ്കിൽ, ഷോർട്ട് ഡിവിഷൻ മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ തന്നെ വരും. 48 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 24. അഗൈൻ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, എത്ര കിട്ടും? 12. അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 6. അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 3. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും ഇതിനെ? 2 into 2 into 2 into 2 into 3. ഇവിടെയും അങ്ങനെ തന്നെയല്ലേ വരുന്നത്? 2 into 2 into 2 into 3 into 2. സെയിം തന്നെ. 4 2ഉം ഒരു 3ഉം മൾട്ടിപ്ലൈ ചെയ്തതാണ് 48. അപ്പൊ നമുക്ക് 48നെ എങ്ങനെ മാറ്റി എഴുതാം? 48നെ 48 is equal to 2 into 2 into 2 into 2 into 3. അതിന് തൊട്ട് താഴെ എഴുതാനുള്ള സ്ഥലം ഉണ്ടല്ലോ, കണ്ടോ? എഴുതിയില്ലേ? അടുത്തത് ഒന്നും കൂടി ഉണ്ട് അതേപോലെ 56 ഒന്നും കൂടി അതുപോലെ ഉണ്ട്. അതൊന്നും നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ നോക്കിയേ. 56നെ ജസ്റ്റ് ഒന്ന് പെൻസിൽ കൊണ്ട് നിങ്ങളൊന്ന് എഴുതി നോക്കിയേ. ഇതേ മെത്തേഡിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് മിസ് അതിന്റെ ആൻസർ പറഞ്ഞുതരാം. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, അതിന്റെ ആൻസർ ഞാനൊന്ന് ജസ്റ്റ് ചെയ്തു തരാം. നിങ്ങൾ അതുപോലെ തന്നെയാണോ ചെയ്തത് നോക്കണേ. $56 എന്ന് പറയുന്ന നമ്പർ, അതിനെ ഒരു പ്രൈം നമ്പറിന്റെയും ഒരു കോമ്പോസിറ്റ് നമ്പറിന്റെയും പ്രൊഡക്റ്റ് ആക്കി എഴുതുക. പിന്നെ ഈ കോമ്പോസിറ്റ് നമ്പറിനെ അഗെയിൻ ഒരു കോമ്പോസിറ്റ് നമ്പറിന്റെയും ഒരു പ്രൈം നമ്പറിന്റെയും മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുക. പിന്നെ അഗെയിൻ ഈ കോമ്പോസിറ്റ് നമ്പറിനെ രണ്ട് പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുക. ഇങ്ങനെയല്ലേ എഴുതാനുള്ളത്? ഓക്കെ, 56നെ നമുക്ക് 2ന്റെയും പിന്നെ ഏതാ 2ന്റെയും 28ന്റെയും അല്ലേ 28ന്റെയും പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. കാരണം 2 ഒരു പ്രൈം നമ്പർ ആണ്, 28 ഒരു കോമ്പോസിറ്റ് നമ്പറും ആണ്. 28 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആയതുകൊണ്ട് അഗെയിൻ നമുക്ക് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 14 എന്ന് കിട്ടും അല്ലേ. 14നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 14 ഒരു
എന്തായതുകൊണ്ട് ഇവൺ നമ്പർ ആയതുകൊണ്ട് അഗൈൻ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 7 കിട്ടും. 7 ഈസ് എ പ്രൈം നമ്പർ. അപ്പൊ നമുക്ക് അഗൈൻ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ 56 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 56 is equal to 2 into 2 into 2 into 7. ഇങ്ങനെ തന്നെയാണോ എഴുതിയേ? നോക്കട്ടെ, അങ്ങനെ തന്നെയാണോ എഴുതിയേ? ആണോ? എഡ്വിന് കിട്ടിയില്ലേ? ബാക്കി എല്ലാവർക്കും മനസ്സിലായല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത് ഫാക്ടർ ട്രീ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ? നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ fill in the blanks using the multiplication tables. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? $72 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 9 into 8 എന്ന് എഴുതാം. B question, fill in the blanks using the multiplication tables. ഒന്നുമില്ല, അതിന്റെ ഫാക്ടറൈസേഷൻ മെത്തേഡ് വേറൊരു രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ. 9 into 8 എന്നുള്ളത്, ഓക്കെ ലിസൺ ഹിയർ. ഓക്കെ, 72നെ നമ്മൾ എങ്ങനെ എഴുതി? 72നെ നമ്മൾ എങ്ങനെ എഴുതി? ഈക്വൽ ടു 9 into 8 എന്ന് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിനെ 72നെ അഗൈൻ 4 നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതണം. 4 നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ്. 4 നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ 9നെ നമുക്ക് 3 into 3 എന്ന് എഴുതാം. ഇൻറ്റു 8നെ 2 into 4 എന്നും എഴുതാം അല്ലേ? 9നെ നമുക്ക് 3 into 3 എന്ന് എഴുതാം. 8നെ നമുക്ക് എന്ത് എഴുതാം? 2 into 4 എന്ന് എഴുതാം. 3 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആയതുകൊണ്ട് അതിനെ മാറ്റണ്ട. അഗൈൻ 3 ആണ് വരുന്നത്, പിന്നെ 2 വരുന്നു, പിന്നെ വരുന്ന 4നെ നമുക്ക് 2 into 2 എന്ന് എഴുതാം. അത്രയും സ്പേസ് എവിടെ ഉണ്ടല്ലോ എഴുതേണ്ടത്? 3 into 3 into 2 into 2 into 2. ഇത് പ്രൈം ഫാക്ടറൈസേഷന്റെ വേറൊരു മെത്തേഡ്. രണ്ടാമത്തെ നമ്പർ എത്രയായിരുന്നു? 243. 243 is equal to, എങ്ങനെ എഴുതാം 243നെ? 9 into 243നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 27 ആണോ? ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 243 divided by 9. Yes, 27. 9 into 27 എഴുതാം. 9 എന്ന് പറയുന്നതും എന്താണ്? കോമ്പോസിറ്റ് നമ്പർ ആണ്. 27 എന്ന് പറയുന്നതും കോമ്പോസിറ്റ് നമ്പർ ആണ്. അപ്പൊ 9നെ നമുക്ക് 3 into 3 എന്ന് എഴുതാം. 27നെ എങ്ങനെ എഴുതാം? 3 into 9 എന്നും എഴുതാം. 27നെ 3 into 9 എന്നും എഴുതാം. അഗൈൻ നമുക്ക് ആ 9നെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി 3 into 3 into 3 ഓൾറെഡി അവിടെ ഉള്ളതാണ്. 9നെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, 3 into 3 എന്ന് എഴുതാം. അപ്പൊ 243 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? 3 into 3 into 3 into 3 into 3. ഓക്കെ, നെക്സ്റ്റ് എന്തായിരുന്നു? 84. 84നെ അവിടെ ഏതൊക്കെ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലൈ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്? ഏതൊക്കെ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലൈ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്? 84നെ ഡാഷ് ഇൻറ്റു 12. ഡാഷ് ഇൻറ്റു 12. 84നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാ? ഒന്ന് നോക്കിയേ, ചെയ്ത് നോക്കിയേ. 84നെ
12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? ഒന്ന് നോക്കട്ടെ. 7 into 12 ആണ് 84. 7 into 12. അപ്പൊ 7 എന്ന് പറയുന്ന നമ്പർ പ്രൈം നമ്പർ ആണെന്ന് നമുക്കറിയാം. അപ്പൊ അതിനെ മാറ്റേണ്ട ആവശ്യമില്ല. 7 അതുപോലെ തന്നെ എഴുതിയാൽ മതി. 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 6 എന്ന് എഴുതാൻ പറ്റും അല്ലേ? 2 into 6 എന്ന് എഴുതാം. അതുപോലെ 6നെ നമുക്ക് അഗൈൻ പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുന്ന സമയത്ത് 7 into 2 into 6നെ നമുക്ക് 2 into 3 എന്നും എഴുതാൻ പറ്റും. നെക്സ്റ്റ് നമ്പർ 54. 54നെ നമുക്ക് ഡാഷ് ഇൻറ്റു 6. 9 into 6 അല്ലേ 54 അല്ലേ? 9 into 6 ആണ് 54. 9നെ നമുക്ക് 3 into 3 എന്ന് എഴുതാം. 3 into 3. 6നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 into 3 എന്ന് എഴുതാൻ പറ്റും. അതായത് 54 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ എഴുതുമ്പോൾ 3 into 3 into 2 into 3 എന്ന് കിട്ടും. അത് എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞില്ല? പെട്ടെന്ന് എഴുതിയെടുത്തോ. ടൈം തീരാറായേ. 4 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. പെട്ടെന്ന് എഴുതിയെടുത്തോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തന്നെ HCF സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഹയസ്റ്റ് കോമൺ ഫാക്ടറും പിന്നെ പഠിക്കാനുള്ളത് ലോവസ്റ്റ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM-ഉം. ഓക്കെ, എഴുതി കഴിഞ്ഞോ? ഇതിപ്പോ കട്ടാവും കേട്ടോ. ഓക്കെ, എന്താ ഹന്ന? മിസ്സേ ഇതെങ്ങനെയാന്ന് മനസ്സിലായില്ല. ഇതെങ്ങനെയാന്ന് മനസ്സിലായില്ലേ മോളെ? ഇപ്പൊ ഈ ക്ലാസ് കട്ടാവും. ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ക്ലാസ് ഇതിപ്പോ ലിങ്ക് ഞാൻ ഇട്ട് തരാം. ഒന്ന് കേട്ട് നോക്ക്. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ മിസ്സേ ഹോംവർക്ക് തരുമോ? ഹോംവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ പിന്നെ നിങ്ങൾക്ക് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഹോംവർക്ക് ഒഴിവാക്കാന്ന് വെച്ചതാ. എല്ലാരും ആ ഒരു മൂഡിലായിരിക്കുമല്ലോ, അതുകൊണ്ട് ഇന്ന് ഹോംവർക്ക് തരുന്നില്ല എന്ന് വെച്ചതാ. ഓക്കെ, ചെയ്ത് നോക്കേണ്ടവർക്ക് ആ CBT ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാം. നിർബന്ധമൊന്നുമില്ല. അത് ഷോർട്ട് ഡിവിഷൻ മെത്തേഡിൽ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ് ഇനി അടുത്ത ചൊവ്വാഴ്ച ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ കാണാം. ഹാപ്പി ക്രിസ്മസ്. ബൈ.